അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലിങ്ക്ഡ് ലിസ്റ്റാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ്, അതിൻ്റെ വാരിയേഷൻസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിൽ അതിൻ്റെ ക്രിയേഷൻ, ഇൻസർഷൻ, ഡിലീഷൻ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് നിങ്ങളിതിൽ പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ. അപ്പോൾ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ്? ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്കതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, ചേഞ്ച് ഡ്യൂറിങ് എക്സിക്യൂഷൻ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുന്നത്? ആദ്യം തന്നെ അതിൻ്റെ ഇതാണ് നമ്മുടെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലായിട്ട് പറയുന്നത് നോഡ് എന്നാണ്. ഇതിനെ നോഡ് എന്നാണ് പറയുന്നത്. ഇതിന് 2 പാർട്ടാണുള്ളത്. ഒരു നോഡിന് 2 പാർട്ടാണുള്ളത്. ഡാറ്റ പാർട്ടും പിന്നൊന്ന് പോയിൻ്റർ പാർട്ടും. അപ്പോൾ ഈ പോയിൻ്റർ പാർട്ടിൽ വരുന്നത് നെക്സ്റ്റ് നോഡിലോട്ടുള്ള അഡ്രസ്സാണ്. ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സേവ് ചെയ്യുന്നത് അഡ്രസ്സാണ്. അഡ്രസ്സ് എന്ന് പറയുമ്പോൾ അടുത്ത നോഡിൻ്റെ അഡ്രസ്സാണ്. എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള അഡ്രസ്സ്. ഇത് കോൺസിക്യൂട്ടീവ് മെമ്മറിയിലായിരിക്കില്ല സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇത് ചിലപ്പോൾ ഒരു 1010-ലായിരിക്കാം, ഇത് ചിലപ്പം 2110 ഇങ്ങനെ ആയിരിക്കാം. ഇവിടെ ആയിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടുന്നത്. ഈ നോഡ് ചിലപ്പോൾ സപ്പോസ് ഒരു 4080 ഇവിടെ ആയിരിക്കാം തുടങ്ങുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് കോൺസിക്യൂട്ടീവിലായിരിക്കില്ല. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ നെക്സ്റ്റ് പോയിൻ്റർ എന്നാണ്. ഈ പോയിൻ്റർ ഇതിന് നെക്സ്റ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റർ, ഈ നെക്സ്റ്റ് പോയിൻ്റർ വഴിയാണ് ഈ ഒരു മെമ്മറികൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, എലമെൻറ്റ്സ് ആർ കണക്റ്റഡ് ബൈ പോയിൻ്റേഴ്സ്. പിന്നെ ലാസ്റ്റ് എലമെൻറ്റ് പോയിൻറ്റ്സ് ടു നൾ. ഇവിടെ നമുക്ക് ലാസ്റ്റ് എലമെൻറ്റ് ഇനി അങ്ങോട്ട് നോഡില്ല. സോ നമ്മളിവിടെ അഡ്രസ്സിന് പകരം നമ്മൾ ജസ്റ്റ് ഒരു നൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് അതിൻ്റെ സൈസ് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. അതിൻ്റെ സൈസ് എങ്ങനെ, എക്സിക്യൂഷൻ്റെ ടൈമിലല്ലേ. അതിന് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്കതിന് വലുതാക്കുക, അല്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എത്ര വലുത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഏറ്റവും ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് വേസ്റ്റ് മെമ്മറി സ്പേസ്. ഇത് മെമ്മറി സ്പേസ് വേസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യുന്നു, ഈ ഒരു ലിസ്റ്റിലോട്ട് അറ്റാച്ച് ചെയ്യുന്നു. നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ നോഡ് നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് കളയാം. അതൊക്കെ ഒരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റും. അതിന് വലിയ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഓപ്പറേഷൻസ് അല്ല ലിങ്ക്ഡ് ലിസ്റ്റിലെ ഇൻസർഷനും ഡിലീഷനും ഒക്കെ. പിന്നെ നിങ്ങൾ കണ്ടു, ഈ ഫസ്റ്റ് നോഡിനെ പറയുന്നത് ഹെഡ് എന്നാണ്. അപ്പോൾ ഹെഡ് എന്ന് പറയുന്ന ഒരു പോയിൻ്റർ, എപ്പോഴും ഒരു പോയിൻ്റർ ഇതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഒരു ഹെഡ് എന്ന് പറയുന്ന ഒരു പോയിൻ്ററിലാണ് എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത്. അതെപ്പോഴും ഒരു സ്റ്റാർട്ടിങ് നോഡിലേക്കിട്ട് പോയിൻ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. ഈ ഹെഡാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്, നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ എനിക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ഒരു ലിസ്റ്റാണ്. 3 എലമെൻറ്റ്സ് ഉണ്ട്, ABC. 3 നോഡുകളാണുള്ളത്, ABC. ഒരു പുതിയൊരു നോഡ് വരികയാണ്. അപ്പോൾ ആ നോഡ് നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിള് അതിലോട്ട് ഈ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. അതൊരു നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അഡ്രസ്സ് ടെമ്പ് എന്ന് പറയുന്നൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യണം. നമ്മൾക്ക് ഇപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് നോഡെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറണ്ട് നോഡ് ഇവിടെയാണ്. നമുക്ക് എക്കും ബിൻ്റെ ഇടയിലാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യം ഈ പോയിൻ്റർ എടുത്തിട്ട് ബിയിലോട്ടും പിന്നെ ഈ പോയിൻ്റർ ഇങ്ങോട്ടും കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ എയിലോട്ട് ഏതിൻ്റെ അഡ്രസ്സാണ് വേണ്ടത്, ഈ ടെമ്പിലുള്ള അഡ്രസ്സ് എയിലോട്ട് സ്റ്റോർ ചെയ്യുക, അല്ലേ. ടെമ്പിലുള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ നോഡിൻ്റെ അഡ്രസ്സാണ്. ഈ നോഡിൻ്റെ അഡ്രസ്സ് എയിലെ നെക്സ്റ്റ് പോയിൻ്ററിൽ സ്റ്റോർ ചെയ്യുക. ആൻഡ് ഈ എയിൽ ഉണ്ടായിരുന്ന അഡ്രസ്സ് ഇതിലോട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ കറക്റ്റ് ആവുമല്ലേ. അപ്പോൾ അതാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ആദ്യം ചെയ്യുന്നത് എന്താണ്, നമ്മുടെ അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് നമ്മളത് ഇൻസേർഷൻ നടത്തുന്നത്. ഇനി അതിൻ്റെ സ്യൂഡോ കോഡാണ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നോഡിൻ്റെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ നോഡ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇതിനനുസരിച്ച് നോക്കുക, ഇതിൻ്റെ ഈ ഒരു മാതൃക ക്രിയേറ്റ് ചെയ്യുന്നു നോഡിൻ്റെ. അതിന് എൻ ഡി എന്നാണ് ആ മാതൃകയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര്, എൻ ഡി എന്നാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് 2 പാർട്ടാണുള്ളത്, ഡാറ്റ പാർട്ടും ഉണ്ട്, ദിസ് ഈസ് ഫോർ ഡാറ്റ ആൻഡ് ഒരു നെക്സ്റ്റ് പാർട്ടും ഉണ്ട്. ഇത് നമ്മുടെ പോയിൻ്റർ, അടുത്ത നോഡിലോട്ടുള്ളൊരു പോയിൻ്റർ ഫീൽഡാണ്. ഓക്കെ, അതിന് പേര് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് എന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഡാറ്റ പാർട്ട്, ഈ ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഈസ് എ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സപ്പോസ് നമ്മുടെ സ്ട്രക്ട് ഐറ്റം എന്നുള്ളത് സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇൻറ്റ് റോൾ നമ്പർ, ക്യാരക്ടർ, ഏജ് ആൻഡ് ഇൻറ്റ് ഏജ്. ഇത്രയാണ് നമ്മുടെ ഐറ്റം ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഐറ്റത്തിൻ്റെ ഡെഫിനിഷൻ ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വേരിയബിളാണ് ഡാറ്റ. അപ്പോൾ നമ്മുടെ ഡാറ്റയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇവിടെ വരുന്നത് റോൾ നമ്പർ വരുന്നുണ്ട്, ഏജ് വരുന്നുണ്ട്, നെയിം വരുന്നുണ്ട്. ഇവിടെ ഏജ് അല്ല, നെയിം വരുന്നുണ്ട്, ദെൻ ഏജ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത്രയാണ് നമ്മുടെ ഡാറ്റ പാർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡാറ്റ ഇറ്റ്സെൽഫ് ഈസ് എ സ്ട്രക്ചർ വേരിയബിൾ. അത് തന്നെ, സ്ട്രക്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ വേരിയബിളാണ് ഡാറ്റ. ആ ഡാറ്റേൻ്റെ അതിൻ്റെ ഡെഫിനിഷനിൽ എന്തൊക്കെ വരുന്നത്? റോൾ നമ്പർ. അപ്പോൾ ഇത്രയും ഫീൽഡുകൾ ആ ഡാറ്റ പാർട്ടിൽ വരും. ഇനി അടുത്തത് വരുന്നത് ഒരു നെക്സ്റ്റ് പോയിൻ്ററാണ്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, ആ പോയിൻ്ററിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ എൻ ഡി. ഈ നോഡ് തന്നെയാണ് അതിൻ്റെ ടൈപ്പ് വരുന്നത്. ഡാറ്റ സ്ട്രക്ചർ എൻ ഡി തന്നെയാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് വരുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു വാരിയബിൾ ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പാർട്ടാണ്. ഇവിടെ ഉണ്ടായിരിക്കുക അഡ്രസ്സായിരിക്കും. ഈ അഡ്രസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഈ അഡ്രസ്സ് ഏത് തരത്തിലുള്ള ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്? ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് അനദർ ഒരു നോഡിലോട്ടുള്ള ഇതേപോലത്തെ ഈ സെയിം നോഡ് പോലെ തന്നെ വരുന്നൊരു നോഡിലോട്ട് പോയിൻ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് ഇവിടെ ഉണ്ടായിരിക്കുക എന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോൾ ഇതോടുകൂടി നമ്മൾ ഒരു സ്ട്രക്ചറിൻ്റെ നോഡിൻ്റെ, അതായത് ഒരു മാതൃക, നമ്മുടെ നോഡിൻ്റെ ഒരു മാതൃക ക്രിയേറ്റ് ചെയ്തു. ഇനി അതിനെ നമ്മളൊരു ഡാറ്റ ടൈപ്പായിട്ട് ഡിഫൈൻ ചെയ്യണം. അതിനാണ് ടൈപ്പ്ഡ് ഓഫ്. ഇത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുകൾ. അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഇൻറ്റി ക്യാർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഇൻറ്റി ക്യാർ എന്നുള്ളതൊക്കെ എന്താണ്? നമ്മളെ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സാണ്. ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡാറ്റ ടൈപ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ് ടൈപ്പ്ഡ് ഓഫ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ഈ നോഡ് എന്ന് പറയുന്ന ഈ നോഡിനെ നമ്മളൊരു ഡാറ്റ സ്ട്രക്ചറായിട്ട് ഡിഫൈൻ ചെയ്യണം. അതിന് നമ്മൾ ആ ഡാറ്റ ടൈപ്പിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് നോഡെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കീവേഡാണ് ടൈപ്പ്ഡ് ഓഫ്. അപ്പോൾ നമ്മൾ ഈ മൊത്തം ഈ ഒരു മാതൃകയെ നമ്മൾ ഒരു ഡാറ്റ ടൈപ്പായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഇൻസെർട്ട് എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷനിലോട്ട് വരികയാണ്. അപ്പോൾ ഫംഗ്ഷനിലോട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് കറണ്ട് നോഡിൻ്റെ അഡ്രസ്സാണ്. കറണ്ട് നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ, ഇപ്പോൾ സപ്പോസ് നമ്മൾക്ക് എന് ശേഷമാണ് ഇൻസെർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എ ആണ് ഇപ്പോൾ നമ്മുടെ കറണ്ട് നോഡായിട്ട് നമ്മൾ ഈ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നത്. എയുടെ അഡ്രസ്സ് സപ്പോസ് ഇത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1010 എന്നുള്ളതാണ് നമ്മൾ ഇതിലോട്ട് പാസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അഡ്രസ്സ് ടെമ്പ് എന്ന് പറയുന്ന ഒരു വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതായത് ടെമ്പ് എന്ന് പറയുന്ന ഒരു വാരിയബിളിലോട്ട് ഒരു പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അഡ്രസ്സ് ടെമ്പിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ആ കോഡാണ് ഇത്. അതായത്
നോഡിൻ്റെ സൈസിലുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ സൈസിലുള്ള ഇപ്പം നിങ്ങളിത് ശ്രദ്ധിക്കുക, ഈ നോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഡാറ്റ ടൈപ്പാണ്. നിങ്ങളിപ്പോൾ ഇൻറ്റ് സ്റ്റാർ എ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? എ എന്ന് പറയുന്ന ഒരു വേരിയബിളുണ്ട്, വേരിയബിൾ അല്ലെങ്കിൽ ഒരു വേരിയബിളാണ് എ. ഇതിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് പോയിൻ്റ് ചെയ്യുന്നത് ഇതിലുള്ളത് ഒരു അഡ്രസ്സാണ്. ഇപ്പോൾ സപ്പോസ് 2024 എന്ന് പറയുന്നൊരു അഡ്രസ്സ്. ഈ അഡ്രസ്സിലുള്ള ഡാറ്റ ഇതാണ് നമ്മൾ 2024 എന്ന് പറയുന്ന അഡ്രസ്സ്, ഈ മെമ്മറി ലൊക്കേഷൻ. 2024 എന്താണ്? ഇതൊരു ഇൻറ്റിജർ, ഇതിൻ്റെ ടൈപ്പ് ഒരു ഇൻറ്റിജർ ഡാറ്റയാണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. അതായത് എ എന്ന് പറയുന്നത് ഒരു അഡ്രസ്സാണ്. എ എന്ന് പറയുന്നതിൽ അഡ്രസ്സാണ് ഉണ്ടായിരിക്കുക. എന്തിൻ്റെ അഡ്രസ്സ്? ആ അഡ്രസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്നത് ഏതായിരിക്കും? ഒരു ഇൻറ്റിജർ ടൈപ്പുള്ള ഒരു ഡാറ്റ ആയിരിക്കും അതിലുണ്ടായിരിക്കുക. അതേപോലെ തന്നെയാണ് ഈ നോഡ് സ്റ്റാർ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്താണ് നോഡ് സ്റ്റാർ ടെമ്പും ഇത് തന്നെയാണ് പറയുന്നത്. ടെമ്പ് എന്ന് പറയുന്നത് ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഫീൽഡാണ്. ആ ഫീൽഡിൽ ആ അഡ്രസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളത് എന്താണ്? ഒരു നോഡ് ആണ്. എന്താണ് അതിപ്പം നമ്മൾ അതാണ് പറയുന്നത്. ആ പോയിന്റ് ചെയ്യുന്നത് ഒരു നോഡിലോട്ടാണ് എന്നാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ എന്ന് പറയുന്നത് പോയിന്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ ഡാറ്റയിലോട്ടാണ്. അതേപോലെ തന്നെ ഇതുമാണ് ഈ ടെമ്പ് എന്ന് പറയുന്നത് പോയിന്റ് ചെയ്യുന്നത് ഒരു നോഡിലോട്ടാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പ് എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, അതാണ് ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നോഡിൻ്റെ അതേ സൈസിൽ കുറച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അഡ്രസ്സ് നോഡ് സ്റ്റാർ അതിൻ്റെ അഡ്രസ്സിനെ നമ്മൾ ഇതിൻ്റെ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നോഡ് സ്റ്റാർ ഇവിടെ കൺവേർഷനാണ് നടക്കുന്നത്. ഓക്കെ. അതിൻ്റെ അഡ്രസ്സിലോട്ട് ഈ സെയിം ടൈപ്പിലുള്ള അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിനെ ടെമ്പിലോട്ട് സ്റ്റോർ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. മാലോക്കും എംഎലോക്കും സിഎലോക്കും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഓർമ്മിക്കുക. നിങ്ങൾ സാധാരണ പഠിച്ചിട്ടുള്ളത് ഇൻറ്റ് വെച്ചിട്ടാണ്. ഇവിടെ അതിന് പകരം നോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഒരു ഡാറ്റ ടൈപ്പ് തന്നെയാണ്, നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് തന്നെ. അപ്പോൾ ഇവിടെ ടെമ്പ്. അപ്പോൾ ഈ ടെമ്പിലോട്ട് നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ടെമ്പിലോട്ട് അഡ്രസ്സ് സ്റ്റോർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നിങ്ങൾ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇപ്പോൾ ടെമ്പിൽ ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ നടത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെമ്പിൽ എന്തുണ്ട്? നമ്മൾ പുതിയ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നടത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇതാണ് നമ്മുടെ കറണ്ട് നോഡ് അല്ലേ? കറണ്ട് നോഡ് ഇതാണ്. അപ്പോൾ ഈ കറണ്ടിൻ്റെ നെക്സ്റ്റിലുള്ള ഈ ഒരു അഡ്രസ്സ്, അതായത് ബീൻ്റെ അഡ്രസ്സ്, അത് ഇവിടെ വരണം അല്ലേ? അതിനെ നേരെ ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. അപ്പോൾ അതിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അതായത് ടെമ്പിൻ്റെ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു, അതിങ്ങനെയാണ്, ഇതിനാണ് റെഫറൻസ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. ടെമ്പിൻ്റെ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഏതാണ്? നമ്മുടെ കറണ്ടിൻ്റെ അഡ്രസ്സ് നമുക്ക് പാസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫംഗ്ഷനിൽ. കറണ്ടിൻ്റെ നെക്സ്റ്റ്, അതായത് കറണ്ടിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുള്ള കണ്ടൻ്റാണ് ഇനി ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിലോട്ട് നമ്മളത് കോപ്പി ചെയ്തു. ഇനി നമുക്ക് ഈ കറണ്ടിൻ്റെ നെക്സ്റ്റ് പാർട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതെന്ത് വേണം? ടെമ്പിലെ ഡാറ്റ എന്താണോ അത് കറണ്ടിലോട്ട് വേണം. ടെമ്പിലിൻ്റെ അഡ്രസ്സ് കറണ്ടിൻ്റെ നെക്സ്റ്റിലോട്ട് സ്റ്റോർ ചെയ്യണം. അതായത് കറണ്ടിൻ്റെ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ടെമ്പ്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അതിന് ഇൻസെർഷനിൽ ഒരു ചെയിൻ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ ജസ്റ്റ് പോയിന്റേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സ്റ്റെപ്പാണ് ഈ രണ്ടെണ്ണം. ആ പോയിന്റർ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അതുതന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെമ്പിൻ്റെ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു കറണ്ടിൻ്റെ നെക്സ്റ്റ് ആൻഡ് കറണ്ടിൻ്റെ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ടെമ്പ്. അപ്പോൾ ഇത്രയാണ് ഇൻസെർഷൻ്റെ ഒരു കോഡ് വരുന്നത്. നിങ്ങൾക്ക് ഇനി പ്രോഗ്രാമൊക്കെ വരുന്നുണ്ടാക്കുക, ഞാൻ ഐ വിൽ എക്സ്പ്ലെയിൻ. ഇനി അടുത്തത് ഡെലീഷൻ എങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് ബി ആണ് ഇതൊന്ന് ഡെലീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബീനെ ആദ്യം ഒരു ടെമ്പ് എന്ന് പറയുന്ന ബീൻ്റെ അഡ്രസ്സ് ടെമ്പിലോട്ട്
സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കറണ്ട് നോഡ് ഇതാണ്. അപ്പോൾ അപ്പോൾ അതിൻ്റെ കറണ്ട് നോഡിൽ നിന്ന് നമുക്ക് ഈ ബീൻ്റെ അഡ്രസ്സ് കിട്ടും അല്ലേ. കറണ്ടിൻ്റെ നെക്സ്റ്റിൽ ബീൻ്റെ അഡ്രസ്സ് ഉണ്ട്, അത് നേരെ ടെമ്പിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ അഡ്രസ്സ് നേരെ ടെമ്പിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ പോയിൻറ്റേഴ്സ് മാറ്റി കൊടുക്കുന്നു. എന്നിട്ട് ഇതിന് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ ആദ്യം അതാണ് നമ്മുടെ കറണ്ട് നോഡ് എന്താണ് സി. ഇനി നമ്മൾ ടെമ്പിലോട്ട് നമ്മുടെ ബിയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോയിൻ്റർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിലീഷൻ്റെ. അപ്പോൾ അതിൻ്റെ ആ കോഡൊന്ന് നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ നോഡ് എന്ന് പറയുന്നൊരു ടൈപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോയിഡ് ഡിലീറ്റിലോട്ട് നമ്മുടെ കറണ്ട് നോഡിൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ടെമ്പ് എന്ന് പറയുന്നൊരു പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ പോയിൻ്ററിലോട്ട് ആ ടെമ്പിലോട്ട് നമുക്ക് എന്താ വേണ്ടത്, കറണ്ടിൻ്റെ നെക്സ്റ്റ്, അതായത് ടെമ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വേണ്ടത്, കറണ്ടിൻ്റെ നെക്സ്റ്റ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത് ടെമ്പിലോട്ട്. ഇനി നമുക്ക് കറണ്ടിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്ത് വേണം, ടെമ്പിൻ്റെ നെക്സ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. അതായത് ഇതിലെ ഡാറ്റ എന്ത് വേണം, നേരെ ഇതിലോട്ട് കോപ്പി ചെയ്യണം. അതായത് അപ്പോൾ എന്ത് വേണം, കറണ്ടിൻ്റെ നെക്സ്റ്റ് ഉള്ള ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ടെമ്പിൻ്റെ നെക്സ്റ്റാണ്. അപ്പം ഇങ്ങനെയാണ് അത്. അപ്പോൾ എത്രയാണ് ഇത് വരുന്നത് നിങ്ങൾ നോക്കുക. അപ്പോൾ ആ ഒരു കോഡാണിത്, ഇതിലുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിതിനെ ഫ്രീ ചെയ്യണം. ഇതിനെ കംപ്ലീറ്റ് ഫ്രീ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രീ ടെമ്പ്. ഓക്കെ. ഇനി അതിൻ്റെ ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. അപ്പോൾ ഇൻസർഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പോയിൻറ്റേഴ്സ് മാറ്റി കൊടുക്കുന്നു. രണ്ടിൻ്റെയും പോയിൻറ്റേഴ്സ് മാറ്റി കൊടുക്കുന്നു. ഇപ്പോൾ ഡെലീഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ തന്നെ അതും അതിൻ്റെ പോയിൻറ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ഡിലീറ്റഡ് ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഫ്രീ ചെയ്യുന്നു. അത്രയാണ് ചെയ്യുന്നത്. ഇനി അരേയും ലിങ്ക്ഡ് ലിസ്റ്റും തമ്മിലുള്ളൊരു കമ്പാരിസണാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് അരേ സ്യൂട്ടബിൾ ആവുന്നത്, എപ്പോഴൊക്കെയാണ് ലിങ്ക്ഡ് ലിസ്റ്റ് സ്യൂട്ടബിൾ ആവുന്നത്. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഒരു സിറ്റുവേഷൻ വരികയാണ്. നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. നമുക്ക് എപ്പോഴും ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ടാണ് ഉണ്ടായിട്ട് വരുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന ആപ്ലിക്കേഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അരേ തന്നെയാണ്. അതായത് അരേൻ്റെ എൻഡിൽ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഓപ്പറേഷൻ അല്ല. എന്തുകൊണ്ടാണ്, അരേൻ്റെ മിഡിലൊക്കെ ഇൻസേർട്ട് ചെയ്യുക. സപ്പോസ് നമുക്ക് അരേൻ്റെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഇവിടെ എലമെൻ്റ് ഉണ്ടല്ലേ. അപ്പോൾ അതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. എല്ലാത്തിനെയും ഇങ്ങനെ മൂവ് ചെയ്യണം, ഇങ്ങോട്ട് മൂവ് ചെയ്യണം. എന്നിട്ടേ നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എവിടെയെങ്കിലും ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് അരയിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ എൻഡിലാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ആഡ് ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ അത്ര ടൈം എടുക്കാതെ തന്നെ നമുക്ക് ഇത് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഒരു റാൻഡം ആക്സസിൻ്റെ ആവശ്യമായിട്ട് വരും നമ്മുടെ ആപ്ലിക്കേഷനിൽ. ഒരു റാൻഡം ആക്സസ്, അതായത് റാൻഡം ആക്സസ് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ നമുക്ക് സിംപ്ലി ഇപ്പോൾ 11ാമത്തെ എലമെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റെപ്പോട് കൂടി തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. പിന്നെ അതേപോലെ സെർച്ചിങ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ അരേ ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. ഇനി എപ്പോഴാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു നല്ലൊരു ചോയ്സായിട്ട് വരുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് നല്ലൊരു ചോയ്സായിട്ട് വരുന്നത് ഇൻസർഷനും ഡിലീഷനും ഒക്കെ വരുന്ന കേസിലാണ്. അതായത് എവിടെയെങ്കിലുമൊക്കെ മിഡിലോ ഒക്കെ ഇൻസേർട്ടിങ് ഡിലീഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റാണ് ഗുഡ് ചോയ്സ്. ഞാൻ പറഞ്ഞു എന്താണ് അതിൻ്റെ റീസൺ എന്ന്. നമുക്ക് ജസ്റ്റ് ഒരു പോയിൻറ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമുള്ള ഒരു 2-3 സ്റ്റെപ്പോട് കൂടി തന്നെ നമുക്ക് ഇൻസർഷനും ഡിലീഷനും ഒക്കെ പോസിബിളാണ്. പിന്നെ അതേപോലെ സീക്വൻഷ്യൽ ആക്സസ് റാൻഡം ആക്സസ് പറ്റില്ല, സീക്വൻഷ്യൽ ആക്സസ് ഇവിടെ പറ്റുള്ളൂ. അതിനെന്താ കാരണം, ഇവിടെ നിങ്ങൾ നോക്കുക. ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് സിയിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ
ആദ്യം എ ട്രാവേഴ്സ് ചെയ്ത് ബീൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം. ബീൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ബിയിൽ എത്തിയിട്ട് വേണം നമുക്ക് സീൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ എങ്ങനെ ആക്സസ് പറ്റുള്ളൂ, സീക്വൻഷ്യൽ ആക്സസ് പറ്റുള്ളൂ. സിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം വി ഹാവ് ടു വിസിറ്റ് എ, ദെൻ ബി, ദെൻ സി, അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു സീക്വൻഷ്യൽ ആക്സസ് അതിൽ പറ്റുള്ളൂ, റാൻഡം ആക്സസ് പറ്റില്ല. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, അതായത് നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് എത്ര എലമെൻറ്റ്സ് വരും എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനത്തെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിക്യൂഷൻ്റെ ടൈമിലൊക്കെയാണ് ഓരോ എലമെൻറ്റുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അത് എത്ര എണ്ണം വരും എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ അരേൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തുടക്കത്തിൽ തന്നെ ആ അരേൻ്റെ മാക്സിമം സൈസ് നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിലാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം, അങ്ങനെ പോകാം. അപ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയാം നമ്മുടെ ഡാറ്റ സൈസ് നമുക്ക് മുൻകൂട്ടി അറിയാത്ത കേസിലൊക്കെ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഗുഡ് ചോയ്സ്. ഇനി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ടൈപ്സ് ആണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് മൊത്തം ലീനിയർ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റാണ്. എന്താണ് ഈ സിംഗ്ലി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്താണ് സിംഗ്ലി എന്ന് ഉദ്ദേശിക്കുന്നത് ഡയറക്ഷനാണ്. നമുക്ക് ഇവിടുന്ന് ഒരൊറ്റ ഡയറക്ഷനുള്ളൂ പറ്റുക അല്ലേ. ഹെഡിൽ നിന്നും ടെയിലിലോട്ട് ഒരു ഡയറക്ഷനിലൂടെ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സിംഗിൾ ഡയറക്ഷൻ എന്നാണ് സിംഗ്ലി എന്നുള്ള ഇതുകൊണ്ട് മൂവ് ചെയ്യുന്നത്. അപ്പം അതിനർത്ഥം ഡബിളി ഉണ്ട്, രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, അത് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലെങ്കിൽ സിംഗിൾ ലീനിയർ ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇനി അടുത്തത് സർക്കുലർ ലിസ്റ്റ് ഉണ്ട്. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് നിങ്ങൾ ഇവിടെ പോലെ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് കേസ് നോക്കുക. ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു നൾ വാല്യൂ ആണ്. ഇനി അങ്ങോട്ട് പോയിന്റർ ഒരു നോഡില്ല, അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത് ഒരു നൾ വാല്യൂ ആണ്. പകരം നമുക്ക് ഇവിടെ നള്ള് സ്റ്റോർ ചെയ്ത് സ്പേസ് വേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ നമ്മുടെ ഈ ഹെഡ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്താൽ അതിന് പറയുന്നതാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എയിൽ നിന്ന് ബി വിസിറ്റ് ചെയ്യാം, ബിയിൽ നിന്ന് സി വിസിറ്റ് ചെയ്യാം, സിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ അഡ്രസ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാം. അതൊരു നല്ല കാര്യമല്ല. അതാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുക, ഇവിടുത്തെ ഡാറ്റ എന്തായിരിക്കും, ഹെഡിലുള്ള ഡാറ്റ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കും. അതായത് അഡ്രസ്സ് ഹെഡിലുണ്ടായിരിക്കുക നമ്മുടെ ഈ നോഡിൻ്റെ അഡ്രസ്സല്ലേ, ഈ സെയിം അഡ്രസ്സായിരിക്കും നമ്മളെ ഇവിടെ ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുണ്ടായിരിക്കും. സോ നമുക്കിതൊരു സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആയിരിക്കും. അടുത്തത് ഡബ്ല്യു ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ട്രാവേഴ്സ് ചെയ്യാം. അപ്പോൾ അത് ഒരു നോഡിന് 3 പാർട്ടാണുള്ളത്. ഡാറ്റ പാർട്ടുണ്ട്, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റർ ഫീൽഡ് ഉണ്ട്, ദെൻ പ്രേവ് എന്ന് പറഞ്ഞിട്ടുള്ള അനദർ ഒരു പോയിന്റർ ഫീൽഡ് ഉണ്ട്. നെക്സ്റ്റ് പാർട്ടിൽ ഉണ്ടായിരിക്കുക നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സും, പ്രേവ് പാർട്ടിൽ ഉണ്ടായിരിക്കുക അതിൻ്റെ മുന്നുള്ള പ്രീവിയസ് നോഡിൻ്റെ അഡ്രസ്സും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് നമുക്ക് ബിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സിയിലോട്ടും മൂവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എയിലോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡയറക്ഷൻ രണ്ട് ഇതിലാണ്, അതായത് ഇങ്ങോട്ടും മൂവ് ചെയ്യാം, ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു തിയറി എന്ന് പറയുമ്പോൾ. ഇനി അങ്ങോട്ട് പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലെയിൻ എങ്ങനെയാണ് നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് വൺ ബൈ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത്രയും കോൺസെപ്റ്റൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക.